പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അസ്മാഉൽ ഹുസ്നയിലെ അത്ഭുതകരമായ 4 ഇസ്മുകളാണ്. ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടെ, നിഷ്കളങ്കതയോടുകൂടെ, നല്ല നീയത്തോടുകൂടെ ഈ 4 ഇസ്മുകൾ നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ നേട്ടങ്ങളാണെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾക്ക് ആ 4 ഇസ്മുകൾ പരിഹാരമാകും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ ആ 4 ഇസ്മുകൾ നമ്മളെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. ഏതൊക്കെയാണ് ആ അത്ഭുതകരമായ 4 ഇസ്മുകൾ എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ. ധാരാളം ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് പല ദിക്കുകളിൽ നിന്നായി, പല സ്ഥലങ്ങളിൽ നിന്നായി, രാജ്യങ്ങളിൽ നിന്നായി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ കരുണക്കടലായ പരമാധികാരിയായ അള്ളാഹ് എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ, എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ, എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം, പുണ്യം നേടണം, ഉപകാരപ്പെടുത്തണം. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട്. നിങ്ങളും അതിൽ പങ്കെടുക്കുക. രാവിലെ 6 മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ നിങ്ങളെ വീട്ടിലെ തിരക്കുകളും ജോലികളൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുമ്പോൾ ആ മജ്ലിസിലൊന്ന് പങ്കെടുത്ത് നോക്ക്. ഖൽബിന് നല്ല സന്തോഷം ഉണ്ടാവും, നിങ്ങളുടെ ടെൻഷനുകളൊക്കെ മാറും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. ആ പരിഹാരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് അള്ളാഹുവിന്റെ 99 പേരുകൾ, അഥവാ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. അസ്മാഉൽ ഹുസ്ന നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്ന ഒരാൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണെന്ന് ലോകത്തിന്റെ നേതാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്രയും പവറാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. നിങ്ങൾ അസ്മാഉൽ ഹുസ്ന പഠിക്കണേ, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യണേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്നയിലെ 4 അത്ഭുതകരമായ ഇസ്മുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ ഇസ്മ യാ ജബ്ബാറു യാ അല്ലാഹ്. എന്താണ് ഒന്നാമത്തെ ഇസ്മ? യാ ജബ്ബാറു യാ അല്ലാഹ് എന്ന് പറഞ്ഞാണ് യാ ജബ്ബാറു യാ അല്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം? പരമാധികാരമുള്ള അല്ലാഹ്. എല്ലാ അധികാരവും അള്ളാഹുവിനാണ്. ഇവിടെ അഹങ്കരിക്കാൻ അള്ളാഹുവിനാണ് അധികാരം, നമ്മളെ കയ്യിൽ ഒന്നുമില്ല. എല്ലാം അള്ളാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ്. അപ്പൊ പരമാധികാരമുള്ള അള്ളാഹുവേ എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഇസ്മ 306 പ്രാവശ്യം നമ്മൾ എല്ലാ ദിവസവും ചൊല്ലണം. അതല്ലെങ്കിൽ ഒരു 11 പ്രാവശ്യം, ഒരു 100 പ്രാവശ്യമെങ്കിലും ഈ ഇസ്മ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് പറയുന്ന ഒരു സങ്കടമാണ് ശത്രുശല്യം. അയൽവാസികളിൽ ശത്രുക്കൾ ഉള്ളവരുണ്ട്, കുടുംബത്തിൽ ശത്രുക്കൾ ഉള്ളവരുണ്ട്, കൂട്ടുകാരിൽ ശത്രുക്കൾ ഉള്ളവരുണ്ട്, സിഹ്ർ ചെയ്ത് പരാജയപ്പെടുത്തുന്ന ആളുകളുണ്ട്, അല്ലെ? അങ്ങനെയൊക്കെ നമ്മളെ പരാജയപ്പെടുത്തുന്ന പലവിധ ശത്രുക്കളാണ്. ആ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ യാ ജബ്ബാറു യാ അല്ലാഹ് എന്ന ഇസ്മു മുറുകെ പിടിച്ചോ, നിന്റെ ജീവിതത്തിൽ വലിയ രക്ഷയുണ്ടാകും. ഇഴജന്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, അല്ലെ? ഇഴജന്തുക്കൾ നമ്മളെ ആക്രമിക്കുന്ന ജീവികളൊക്കെ നമ്മളെ ശത്രുക്കളാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു
യാ അല്ലാ എല്ലാ ദിവസവും പതിവാക്കുക. അത് രക്ഷയുടെ മന്ത്രമാണ്. ഉഗ്രശക്തിയുള്ള അതിശക്തിയുള്ള ഒരു ഇസ്മാണ്. അള്ളാഹു ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ. യാ ജബ്ബാർ എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റി തരണേ അല്ലാ. രണ്ടാമത്തെ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണമേതാ? ആദ്യം ഞാൻ ഗുണം പറഞ്ഞു തരാം. ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും അത് വീട്ടാൻ സഹായിക്കുകയാണ്. എത്ര വലിയ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള മാർഗം അള്ളാഹു നമ്മൾക്ക് തുറന്നു നൽകുകയാണ് രണ്ടാമത്തെ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കാര്യങ്ങളിലെ തടസ്സം. ഒരുപാട് ആളുകൾ പറയാറുണ്ട് വീട് പണി തുടങ്ങി തടസ്സാണ്, വിവാഹം അന്വേഷിക്കാൻ തുടങ്ങി തടസ്സാണ്, ജോലി അവിടെയും തടസ്സമാണ്, വാഹനം വാങ്ങാൻ നിന്ന അവിടെയും തടസ്സം, അങ്ങനെ മക്കളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ തടസ്സം, കച്ചവടത്തിൽ തടസ്സമാണ് ഉസ്താദെ, എല്ലാറ്റിലും തടസ്സമാണ്. വീട് വിൽക്കാൻ നിന്നു അവിടെയും തടസ്സം, സ്ഥലം വിൽക്കാൻ നിന്നു അവിടെയും തടസ്സം, സ്ഥലം വാങ്ങാൻ നിന്നു അവിടെയും തടസ്സം. അപ്പൊ എല്ലാ തടസ്സങ്ങളും മാറാൻ ഇനി പറയും പോകുന്ന രണ്ടാമത്തെ ഇസ്മ നമ്മൾ പതിവാക്കിയാൽ മതി. അതുപോലെ ബറക്കത്ത്. ഏതൊരു മനുഷ്യനും ആവശ്യം ബറക്കത്താണ്. കച്ചവടത്തിലും ജോലിയിലും സമ്പത്തിലും മക്കളിലും വീട്ടിലൊക്കെ ബറക്കത്ത് വേണം. ആ ബറക്കത്ത് കുന്നുകൂടാൻ ഇനി പറയാൻ പോകുന്ന ഇസ്മ ചൊല്ലിയാൽ മതി. അതുപോലെ തന്നെ നല്ല ജോലി ലഭിക്കാൻ അല്ലെ, ഒരുപാട് ആളുകൾ ജോലി അന്വേഷിച്ചു കൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി അന്വേഷിച്ചു പോകുന്ന ആളുകൾക്ക് ഈ ഇസ്മ ചൊല്ലിയാൽ നല്ല ജോലി ലഭിക്കും. എല്ലാ കാര്യത്തിലും നല്ല റാഹത്ത് ഉണ്ടാകും, നല്ല സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, ടെൻഷൻ അങ്ങ് മാറിക്കിട്ടും. ഏതാണ് ഇസ്മ? യാ ഖാലിഖു യാ അല്ലാ, യാ ഖാലിഖു യാ അല്ലാ. സർവ വസ്തുക്കളുടെയും സൃഷ്ടാവായ അല്ലാഹ്. അള്ളയാണ് സൃഷ്ടാവ്. ആ അള്ളാഹുവിന്റെ പേരാണ് യാ ഖാലിഖു. ഖാലിഖ് അള്ളാന്റെ പേരാണ്. അത് ജീവിതത്തിൽ പതിവാക്കുക. 721, 521, 321, 121 ഇങ്ങനത്തെ കണക്കനുസരിച്ച് ചൊല്ലിയാൽ പ്രത്യേക പ്രതിഫലം ലഭിക്കുമെന്ന് ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അള്ളാഹു ചൊല്ലാന ഭാഗ്യം നൽകട്ടെ. ഏതാണ് ഇസ്മ? യാ ഖാലിഖു യാ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഇനി മൂന്നാമത്തെ ഇസ്മ ചൊല്ലിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണേതാ? ആദ്യം അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഭർത്താവിന്റെ ദുസ്വഭാവം മാറും. ഒരുപാട് ഉമ്മമാര് പറഞ്ഞൊരു വിഷമാണ് ഭർത്താവിന് ദുസ്വഭാവമാണ്, കള്ളുടിയാണ്, കഞ്ചാവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. കള്ള് കുടിച്ചിട്ട് കഞ്ചാവൊക്കെ ഉപയോഗിച്ചിട്ട് മണിയറയിലേക്ക് ഭാര്യയുമായി ബന്ധപ്പെടാൻ ചെല്ലുന്ന ആ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ എത്ര ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ, അള്ളാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ. മണിയറയിലേക്ക് വരുമ്പോൾ കള്ളുടിച്ചു വരിക, MDMA ഉപയോഗിച്ച് കള്ളിന്റെ കുപ്പിയുമായിട്ടൊക്കെ മണിയറയിലേക്ക് കയറി പോകുന്ന ഭർത്താക്കന്മാരുണ്ടെന്ന് സങ്കടം പറയുന്ന ഉമ്മമാരുണ്ട്. അള്ളാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ, നല്ല ജീവിതം കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഭർത്താവിന്റെ ദുസ്വഭാവം മാറാൻ, ആ ദേശമൊക്കെ മാറാൻ, മക്കളുടെ ദുസ്വഭാവം മാറാൻ ഇനി പറയാൻ പോകുന്ന ഇസ്മ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഭാര്യമാരുടെ ദുസ്വഭാവം മാറാൻ. അങ്ങനെ ചില ഭർത്താക്കന്മാര് സങ്കടം പറയാറുണ്ട്. ഭാര്യമാരുടെ ദുർവാശി, ഭാര്യമാരുടെ അവിഹിതം, ഭാര്യമാരിങ്ങനെ കൂട്ടുകാർക്ക് ഇങ്ങനെ ചാറ്റിയ ഭർത്താവിനെ മെയിൻ ചെയ്യാതെ, അങ്ങനെയും ഭാര്യമാരുടെ അടുക്കലും തെറ്റുകൾ സംഭവിക്കുമല്ലോ. അപ്പൊ ഭാര്യമാരുടെ പ്രശ്നങ്ങളും ദുസ്വഭാവങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. അപ്പൊ ഈ ഇസ്മ ഭാര്യമാരുടെ സ്വഭാവം നന്നാകാനും നല്ലതാണ്. കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ ഈ ഇസ്മ പതിവാക്കുക. ഏതാണ് ഇസ്മ? യാ ഹാദി യാ അല്ലാ, യാ ഹാദി യാ അല്ലാ. 101, 301 കണക്കനുസരിച്ചൊക്കെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. യാ ഹാദി യാ അല്ലാ, യാ ഹാദി യാ അല്ലാ. ഇത് ചൊല്ലിയിട്ട് നമ്മൾ വെള്ളത്തിൽ മന്ത്രിക്കുക. 100 പ്രാവശ്യം 101 പ്രാവശ്യമൊക്കെ ചൊല്ലിയിട്ട് വെള്ളത്തിൽ മന്ത്രിക്കുക. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആ വെള്ളം പാരുക. എന്നാൽ ആ ഭക്ഷണം കഴിച്ചാൽ എല്ലാവരുടെ സ്വഭാവം നന്നാവും, നല്ല മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറും. യാ ഹാദി യാ അല്ലാ. സെന്മാർഗത്തിലേക്ക് നയിക്കുന്നവനെ, അള്ളയാണ് എല്ലാവരെയും സെന്മാർഗത്തിലേക്ക് ആക്കുന്ന ആള്. അപ്പൊ സെന്മാർഗത്തിലേക്ക് നയിക്കുന്നവനായ, ഹിദായത്ത് നൽകുന്നവനായ അല്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. അത് ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത്തെ ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഒരുപാട് രോഗികൾ നമ്മളെ മജ്ലിസ് കാണുന്നുണ്ട്. രാവിലെ 6 മണിക്ക് നടക്കുന്ന മജ്ലിസ് കാണുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കട്ടെ. അത് കാണാത്ത, അതിൽ പങ്കെടുക്കാത്ത ആളുകളൊക്കെ ഒന്ന് പങ്കെടുക്കണം കേട്ടോ. നിങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും എന്തായാലും മാറും, നല്ല റാഹത്ത് ഉണ്ടാവും. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ടെൻഷൻ മാറും. ആ ദുആയിലും ആ ദിക്റിലൊക്കെ പങ്കെടുക്കുമ്പോൾ അത് എന്റെ കഴിവൊന്നുമല്ല, ആ ദിക്റിന്റെ കഴിവാണ്. നമ്മൾ ചൊല്ലുന്ന ആ ദിക്റിന്റെ പവറാണ്. അതുകൊണ്ട് അതിൽ പങ്കെടുക്കാത്ത ആളുകളൊക്കെ നിങ്ങളൊന്ന് പങ്കെടുത്ത് നോക്ക്.
6 മണിക്ക് തന്നെ പങ്കെടുക്കണം എന്നൊന്നുമില്ല. കാരണം നിങ്ങൾ പല മജ്ലിസും കാണുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് തിരക്കുകളുണ്ടാവും. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം, അതുപോലെ തന്നെ മദ്രസയിലേക്ക് പറഞ്ഞേക്കണം, വരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, വീട് വൃത്തിയാക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ ആ മജ്ലിസ് കണ്ടു നോക്ക്. ഒരു 10 ദിവസം കണ്ടാൽ പിന്നെ നിങ്ങൾ നിർത്തൂല. അത്രയും നല്ല റാഹത്ത് നിങ്ങളെ മനസ്സിന് കിട്ടും. അള്ളാഹു നല്ല റാഹത്ത് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് രോഗികളുണ്ട് നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ. പ്രഷറുള്ള ആളുകളുണ്ട്, ഷുഗറുള്ള ആളുകളുണ്ട്, അറ്റാക്ക് സംബന്ധമായ പ്രയാസമുള്ള ആളുകൾ, കിഡ്നിക്ക് പ്രയാസമുള്ള ആളുകൾ, കരളിന് പ്രയാസമുള്ള ആളുകൾ, വൃക്കക്ക് പ്രയാസമുള്ള ആളുകൾ, ഷുഗറും പ്രഷറും കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾ, സഹിക്കാൻ പറ്റാത്ത തലവേദനയും കാലുവേദനയും ഊരവേദനയൊക്കെ ഉള്ള ആളുകളുണ്ട്. അതുപോലെ ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ, പുറത്ത് പറയാൻ പറ്റാത്ത അസുഖമുള്ള ആളുകളൊക്കെ ഉണ്ട്. ആ അസുഖങ്ങളൊക്കെ മാറാൻ ഇനി പറയാൻ പോകുന്ന ഇസ്മ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഏതാണ് ആ ഇസ്മ? യാ ഖാദിറു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്. എല്ലാറ്റിനും കഴിവുള്ളവനായ അല്ലാഹ്. എല്ലാറ്റിനും കഴിവ് അല്ലാഹുള്ളൂ. നമുക്ക് എന്ത് കഴിവുള്ളത്? ഒരു പനി വന്നാൽ നമ്മൾ തളർന്നു അല്ലേ? പിന്നെ നമുക്ക് എന്തിനെങ്കിലും കഴിയോ? ജോലിക്ക് പോകാൻ കഴിയോ? ചെറിയൊരു കാല് വേദന വന്നാൽ നമ്മൾ തളർന്നു പോവുകയാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ യാ ഖാദിർ യാ അല്ലാഹ് എന്ന ഇസ്മ ജീവിതത്തിൽ പതിവാക്കുക. എല്ലാറ്റിനും കഴിവുള്ളവൻ അള്ളയാണ്. അസുഖം മാറ്റാനും അസുഖം ഭേദമാക്കാനും ശിഫയാക്കാനൊക്കെ കഴിവ് അള്ളാഹ്ക്കാണ്. അത് ഇസ്മ പതിവാക്കിയിട്ട് അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്താൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറും, നല്ല ആരോഗ്യം ഉണ്ടാകും, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, സിഹറിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും. ഏതൊക്കെയാണ് ആ 4 ഇസ്മുകൾ? നമ്മൾക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞാലോ? യാ ജബ്ബാറു യാ ഖാലിഖു യാ ഹാദി യാ ഖാദിറു യാ അല്ലാഹ്. അങ്ങനെ യാ ജബ്ബാറു യാ ഖാലിഖു യാ ഹാദി യാ ഖാദിറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ ഖാലിഖു യാ ഹാദി യാ ഖാദിറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ ഖാലിഖു യാ ഹാദി യാ ഖാദിറു യാ അല്ലാഹ്. അല്ലാഹുവേ, ഈ 4 ഇസ്മുകളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ റബ്ബേ. ഈമാൻ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്, കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്, ടെൻഷനുകൾ അകറ്റിത്തരണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കല്ലാ, ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റണേ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.